എല്ലാവർക്കും സുബർ സാറാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരിയൊന്നുമില്ല, ഇത്തിരി കേട്ടോ. ഇത്തിരി സമയത്തിൽ ഒത്തിരി കാര്യങ്ങൾ എളുപ്പം തീർക്കും. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറേ കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ കീം റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന എന്തിനു വേണ്ടിയാണ്? നല്ലൊരു കോളേജിനെ കിട്ടുക എന്നുള്ളതാണ്, നല്ല ബ്രാഞ്ച് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ഫാക്റ്റ് തന്നെയാണ്, സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഏറ്റവും നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ഗവൺമെൻറ് കോളേജസുകളും ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എയ്ഡഡ് കോളേജുകളും ആണ് നോക്കുന്നത്. പക്ഷേ അതൊക്കെ അല്ലാതെ ഒന്നുകൂടെ വൈഡായിട്ട് നിങ്ങൾ നോക്കിയാൽ നല്ല പ്രൈവറ്റ് കോളേജസുകളും ഉണ്ട്. അല്ല, പ്രൈവറ്റ് കോളേജസുകളെല്ലാം നല്ലതാണെന്നല്ല പറഞ്ഞത്, മീൻസ് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവർക്കും ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുള്ളിൽ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ വർക്കിംഗ് വെച്ചുകൊണ്ടാണ് ഒരു കോളേജ് ടോപ്പ് ആവുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വ്യത്യസ്തത വെച്ചുകൊണ്ട് പല കോളേജുകളും മുന്നിൽ വന്നിട്ടുണ്ട്, പല കോളേജിലും പുറകിലോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ കര കയറാൻ പറ്റാതെ നിൽക്കുന്ന കോളേജസുകളും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷേ കയറിയ കോളേജസ്, ടോപ്പായിട്ടുള്ള പ്രൈവറ്റ് കോളേജിനെ നിങ്ങൾ നോക്കിയാൽ ഇത്തിരി കാശ് മുടക്കിയാലും ഒത്തിരി ലക്ഷങ്ങൾ വേണമെങ്കിൽ സമ്പാദിക്കാനുള്ള ജോലി കിട്ടും. നമ്മളതാ നോക്കണ്ട. അല്ലാതെ ഞാൻ ഇന്ന കോളേജിൽ അങ്ങ് പഠിച്ചു എന്ന് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ജോലിയും കൂടെ കിട്ടണ്ടായോ? അപ്പോൾ ജോലിക്ക് മീൻസ് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ല. നമ്മളൊരു 4th ഇയർ ഒക്കെ ആകുമ്പോൾ എല്ലാ ബിടെക് കോളേജുകളിലും നടത്തേണ്ട, ഇപ്പോഴത്തെ അത് പ്രത്യേകിച്ച് കേരളത്തിൽ അടിപൊളിയായിട്ട് നടക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെ കോളേജുകളിലുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാലും എൻ്റെ നോട്ടത്തിൽ നല്ല പ്രൈവറ്റ് കോളേജസുകളിൽ അതുണ്ടാവും. ഈ ഗവൺമെൻറ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്. വർഷങ്ങളാൽ പാരമ്പര്യം നല്ല രീതിയിൽ കൂടെ പഠിപ്പിക്കുന്നുണ്ട്, റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ CET തന്നെയാണെങ്കിൽ ടോപ്പാണ്, അടിപൊളിയാണ്. ഏറ്റവും ഇപ്പോൾ കുട്ടികൾക്ക് അവിടെ കിട്ടിയാൽ നല്ലതാണെന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും കൂടെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ? പഠിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയെങ്കിലും നല്ല രീതിയിൽ കൂടെ കുഴപ്പമില്ലാതെ ഒന്ന് പഠിച്ചിറങ്ങണം, നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി ഒന്ന് പ്ലേസ്ഡ് ആവണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവിടെ മാത്രമല്ലാതെ മറ്റുള്ള കോളേജുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ എൻ്റെ കോളേജ് ഫുൾ ലിസ്റ്റ് ഉടൻ തന്നെ ഇട്ടുന്നുണ്ട് കേട്ടോ. മീൻസ് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസുകളാണ് ഏറ്റവും നല്ല പ്രോപ്പറായിട്ട് പോകാൻ പറ്റുന്നത്, അതിനെ ബേസ് ചെയ്തുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ തയ്യാറാക്കി വരുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈവറ്റ് കോളേജസുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ്. അതിൻ്റെ കാരണം, പ്രൈവറ്റ് കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ ഉള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ കുട്ടികൾക്കുള്ള പ്രയോജനമാകുന്ന രീതിയിൽ കൂടി അവർക്ക് ഇൻഡിവിജ്വലായിട്ട് എത്ര വേണം ഉയരത്തിലും വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് പ്രൈവറ്റ് കോളേജിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സേ കയറുമ്പോഴും പ്രൈവറ്റ് ബസ്സേ കയറുമ്പോൾ ചില പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ അടിപൊളിയുള്ള സീറ്റുകൾ, കുഷ്യനൊക്കെ ഇട്ട് നല്ല പാട്ടുകളൊക്കെ ഇട്ട് നമ്മൾ ചെല്ലുന്ന പോലും അറിയത്തില്ല. നമ്മളിപ്പോൾ കയറി ഇരുന്ന് കുറച്ച് നേരം പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ടതങ്ങ് എത്തുക, അവിടെ നമ്മൾ ബോറടിക്കുന്നില്ല അല്ലേ? അപ്പോൾ അതെന്താണ് ആ ബസ്സിൻ്റെ ഒരു പ്രത്യേകതയല്ലേ? എല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൈവറ്റ് ബസ്സിനും അതേ ഫെസിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്തൊരു കാര്യം. ഇവിടെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമാവുന്ന രീതിയിൽ കൂടെ മനസ്സ് അറിഞ്ഞ് ചിന്തിക്കുന്ന ഒരു മാനേജ്മെൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രൈവറ്റ് കോളേജ് ടോപ്പായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഗവൺമെൻറ് കോളേജസ് ഇപ്പോൾ നമുക്ക് പഴയ പോലെയല്ല. പഴയ കാലത്ത് ഗവൺമെൻറ് കോളേജസ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മുന്നിൽ നമ്മുടെ പ്രൈവറ്റ് കോളേജസുകളും ഇടം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജഗിരി കോളേജ്, ഫിസാറ്റ്, മുത്തൂറ്റ്, അങ്ങനെ കുറേ കോളേജസ് ഉണ്ട്, സെയിൻറ്റ് ഗീസ് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം കൂടി ലിസ്റ്റ് ഉടൻ തന്നെ വരും. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇവർക്കൊക്കെ ഇൻഡിവിജ്വലായിട്ട് മാക്സിമം വർക്ക് ചെയ്ത് ടോപ്പ് മോസ്റ്റായിട്ട് ഇപ്പോൾ പൈസ മുടക്കിയാൽ എന്താ, അവർ പൈസ മുടക്കി ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് നാളത്തെ ഇത് വെച്ചുകൊണ്ട് ഇവിടുന്ന് കുട്ടികളെ കിട്ടിക്കുക തുടങ്ങിക്കഴിഞ്ഞാൽ ആ കമ്പനി സ്ഥിരമായിട്ട് ഇവിടെ എത്തും. ഫസ്റ്റ് ടൈം വരുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അവർ വന്നോളും. അവർക്ക് നല്ല ആ കുട്ടികളെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ ഇവിടെ തന്നെ തിരിച്ച് പിന്നെ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് അവർ അന്വേഷിച്ച് വന്നോളും. അപ്പോൾ അങ്ങനെ വന്ന് ഉള്ള രീതിയിൽ കൂടെ എത്തിക്കെട്ടാൽ പിന്നെ ഇതെല്ലാം അതേപോലെ ഗ്രേഡിലെത്തും. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ പഠിപ്പിക്കുന്നതും പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതും പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് നടത്തുന്നതൊക്കെ കോളേജസുകൾ, അതിനുവേണ്ടി ആപ്റ്റിറ്റ്യൂഡ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ്സൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെയുള്ള കോളേജസുകളൊക്കെ അടിപൊളിയായിട്ടുള്ളതുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ അതോടെ നോക്കണം. ഇത്തിരി പൈസ മുടക്കിയാലും കുഴപ്പമില്ല. മീൻസ് അവിടെ ഇപ്പോൾ ഫീസൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കാം, പക്ഷെ നമ്മൾ അതിനകത്തൊന്നും കാര്യമില്ല. ഫീസ് കൊടുക്കാതെ എങ്ങനെയും പഠിച്ചിറങ്ങി എങ്ങനെയും വീട്ടിലിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പൈസ ഇത്തിരി മുടക്കിയാലും അതിൽ കൂടുതൽ സാലറി കിട്ടുന്ന രീതിയിൽ കൂടെയുള്ള ജോലി കിട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും നമുക്കറിയാം, എഞ്ചിനീയറിംഗ് എന്നൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാതെ പഠിച്ചിറങ്ങുന്നത് ഭാഗ്യം തന്നെ, ഞാനത് പറയുന്നില്ല. എന്നാലും പൈസ കൊടുക്കാൻ കഴിവുള്ള മീൻസ് അങ്ങനെ ആഗ്രഹവും എൻ്റെ മോനിച്ച് നല്ലപോലെ പഠിച്ചോട്ട് ഞാൻ പൈസ മുടക്കാൻ തയ്യാറാണ്, ഒരു കുഴപ്പവും ഉണ്ടായില്ല.
കാരണം നിങ്ങൾ വെളിയിലൊക്കെ പോയി നല്ലൊരു കോളേജിനെ സമീപിച്ചാൽ നമ്മൾ കേൾക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഭീമമായിട്ടുള്ള തുകയാണ്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കത് പ്രശ്നമില്ല. അതിനും വലിയ സാലറിയുള്ള ജോലി. നമ്മൾ ഈ സാലറിയെക്കുറിച്ചൊന്നും ആരുമേ ശ്രദ്ധിച്ചിട്ടില്ല, എന്തുമാത്രം സാലറി കിട്ടും. നമ്മളൊരു കോഴ്സ് പഠിച്ചാൽ ഒരു കമ്പനി നമ്മളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സാലറി കിട്ടും എന്നുള്ളത് ആരുമേ ശ്രദ്ധിക്കുന്നില്ല. അത് കണ്ടാൽ നമ്മൾ ഇത്തിരി കാശ് കൊടുക്കുന്നതിൽ ഒരു വിഷമവും തോന്നത്തില്ല കേട്ടോ. നമ്മൾ എവിടെ നിന്നേലും കട എവിടെയൊക്കെ തിരിച്ച് എങ്ങനെയും കൊടുത്തിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ കക്ഷി ഇപ്പം നല്ലപോലെ പഠിക്കുന്ന ഒരാൾ വീട്ടുകാർക്ക് അറിയാം, ഇവൻ പഠിച്ചോളും, ഇവന് നല്ലൊരു കോഴ്സും നല്ലൊരു കോളേജും കൊടുത്താൽ ഇവൻ അടിപൊളിയായിട്ട് പഠിക്കും എന്ന് ഉറപ്പുള്ള കുട്ടികൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ കണ്ടെത്തി, ഇപ്പോൾ അവർക്ക് പൈസ കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്, എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നല്ലൊരു കോളേജ് കണ്ടെത്തി കൊടുത്താൽ അവരങ്ങ് രക്ഷപ്പെട്ടോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കൂടെ ചിന്തിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ച് സ്ട്രെസ് ചെയ്ത് പറയും. അല്ലാതെ ഗവൺമെൻറ് കോളേജ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ കോളേജ് മാത്രമേ ഉള്ളൂ എപ്പോഴും നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതല്ല. പ്രൈവറ്റ് കോളേജ് ഇപ്പോൾ ഇടം തേടിയിട്ടുണ്ട്. ഇനി എന്തായാലും അത് കൂടി വരത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ രീതിയിൽ കൂടെ കൂടെ ചിന്തിക്കുക. എല്ലാ രീതിയിൽ കൂടെയും ഇപ്പോൾ ചിന്തിക്കാൻ സമയമുണ്ട്. ഇത് റിസൾട്ട് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആകെ ടൈം ഇല്ലാത്തൊരവസ്ഥയാവും. ഇപ്പോഴെല്ലാത്തിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഉടൻ തന്നെ ടീം റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. ഗുഡ് ബൈ.